സ്കൂൾ വരാന്തയിലെ നീണ്ട ഇടനാഴിയിലൂടെ സുമ ടീച്ചറുടെ ചുവടുകൾക്ക് ഒരു പ്രത്യേക ഈണമുണ്ടായിരുന്നു. അതൊരു പട്ടാളച്ചിട്ടയുടെ താളമായിരുന്നു. കൃത്യതയാർന്നതും ഭയമുണർത്തുന്നതും ഒരിക്കലും തെറ്റാത്തതും. തേഞ്ഞു തുടങ്ങിയ തറയോടുകളിൽ അവരുടെ കനം കുറഞ്ഞ ചെരുപ്പുകൾ അമരുമ്പോൾ ശബ്ദമുണ്ടാകാത്ത, എന്നാൽ എല്ലാവരിലും ഒരു നടുക്കമുണ്ടാക്കുന്ന ഒരു തരം ഭാരം ആ ചുവടുകൾക്കുണ്ടായിരുന്നു. വരാന്തയിൽ ചിലയ്ക്കുന്ന പക്ഷികളെപ്പോലെ കളിച്ചും ചിരിച്ചും കലവില കൂട്ടിയും നിന്നിരുന്ന കുട്ടികൾക്കിടയിലേക്ക് ആ വരവോടെ ഒരു നിമിഷത്തെ നിശബ്ദത ഒരു തിരമാല പോലെ അടിച്ചു കയറും. ഉയർന്ന തലയും വിടർന്ന തോളുകളുമായി അവർ നടക്കുമ്പോൾ കണ്ണടയുടെ ചില്ലിനടിയിലൂടെ തുളച്ചു കയറുന്ന അവരുടെ നോട്ടം പോലും ഒരു ശാസനയായി ഓരോ കുട്ടിക്കും അനുഭവപ്പെട്ടു. ഇളം നീലക്കരയുള്ള കഞ്ഞിപ്പശ മുക്കി തേച്ചുമിനുക്കിയ കോട്ടൺ സാരിയുടെ ഞൊറികളിൽ പോലും ആരും ലംഘിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു അച്ചടക്കം നിറഞ്ഞു. ആ സാരി തുമ്പൊന്ന് പാറിപ്പോവുകയോ ഒരു ഞൊറി പോലും സ്ഥാനത്തു നിന്നൊന്ന് മാറുകയോ ആരും കണ്ടിരുന്നില്ല. നെറ്റിയിൽ വട്ടത്തിൽ തൊട്ട ചന്ദനക്കുഴിയും ഒരൊറ്റ കറുത്ത മുടിയിഴ പോലും പുറത്തു ചാടാതെ മുറുക്കിക്കെട്ടിയ തലമുടിയും അവരുടെ വ്യക്തിത്വത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. അനാവശ്യമായ ഒരു വാക്കോ ചിരിയോ അവരിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവർക്ക് രഹസ്യമായ ഒരു പേര് നൽകിയിരുന്നു, ഇരുമ്പ് ടീച്ചർ. ആ പേര് ആരും ഉറക്കെ പറഞ്ഞിരുന്നില്ല, പക്ഷേ ഓരോ കുട്ടിയുടെയും മനസ്സിൽ അത് മുഴങ്ങിയിരുന്നു. അവരുടെ കണക്ക് ക്ലാസ് ഒരു ശ്മശാന മൂകതയായിരുന്നു. പുറത്ത് മരക്കൊമ്പിലിരുന്ന് ചിലയ്ക്കുന്ന കാക്കയുടെ ശബ്ദമോ അകല റോഡിലൂടെ പോകുന്ന വാഹനത്തിന്റെ ഇരമ്പലോ മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചു. ചോക്കുപൊടിയുടെ നേർത്ത ഗന്ധം മുറിയിൽ തങ്ങി നിന്നു. ബോർഡിൽ അവർ ചോക്കുകൊണ്ട് അക്കങ്ങളും സൂത്രവാക്യങ്ങളും കോറിയിടുമ്പോൾ ഉണ്ടാകുന്ന നേർത്ത ക്രീ ക്രീ ശബ്ദം പോലും ആ ക്ലാസ് മുറിയിൽ ഭയാനകമായ ഒരു സംഗീതം പോലെ മുഴങ്ങിക്കേട്ടു. ആ ശബ്ദത്തിനൊപ്പം ഓരോ കുട്ടിയുടെയും ഹൃദയമിടിപ്പ് വേഗത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാത്തവർ തലകുനിച്ചു വിറച്ചു നിൽക്കും. അവരുടെ ഊഴം താത്ത് വിയർക്കുന്ന കൈപ്പടങ്ങൾ തുടച്ചുകൊണ്ട് അവർ നിന്നു. അടുത്തത് എന്ന് ടീച്ചർ നീട്ടി വിളിക്കുമ്പോൾ പലരുടെയും തൊണ്ട വരണ്ടുപോകും. ഗൃഹപാഠം ചെയ്യാത്തവർക്ക് നേരെ നീളുന്ന നോട്ടം ചൂരലിനേക്കാൾ വേദനയുള്ളതായിരുന്നു. ആ നോട്ടത്തിന്റെ മൂർച്ചയിൽ ഉരുകിത്തീരാത്ത കുട്ടികളില്ലായിരുന്നു. അതിൽ ദേഷ്യമോ വെറുപ്പോ ആയിരുന്നില്ല, മറിച്ച് തണുത്തുറഞ്ഞ ഒരുതരം നിരാശയായിരുന്നു. അച്ചടക്കമില്ലാത്ത ഒരു ലോകത്തെ അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ടീച്ചറുടെ മേശപ്പുറത്ത് പുസ്തകങ്ങൾക്കും ചോക്കുപെട്ടിക്കും അരികെ എപ്പോഴും ഒരു ചൂരൽവടി ഉണ്ടാകും. നേർത്തതും എന്നാൽ നല്ല ഉറപ്പുമുള്ളതുമായ ആ വടി അതൊരിക്കലും പൊടിപിടിച്ചിരുന്നില്ല. അവരത് ഉപയോഗിക്കുന്നത് വളരെ വിരളമായിരുന്നു. പക്ഷെ അതിന്റെ സാന്നിധ്യം മാത്രം മതിയായിരുന്നു ക്ലാസിനെ നിയന്ത്രിക്കാൻ. അതൊരു അലങ്കാരമായിരുന്നില്ല, അതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അച്ചടക്കമില്ലായ്മയ്ക്കും അലസതയ്ക്കും ഈ ക്ലാസ് മുറിയിൽ സ്ഥാനമില്ല എന്ന ഓർമ്മപ്പെടുത്തി. ഇടയ്ക്ക് എന്തെങ്കിലും ആലോചിക്കുമ്പോൾ ടീച്ചർ ആ ചൂരലിന്റെ അറ്റത്ത് വിരലോടുന്നത് കാണാം. അപ്പോൾ ക്ലാസ്സിലെ ശ്വാസം പോലും നിലച്ചു പോകും. ആ ക്ലാസ്സിലെ ഓരോ നിമിഷവും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷയായിരുന്നു. കണക്കിന്റെ മാത്രമല്ല, ജീവിതത്തിലെ അച്ചടക്കത്തിന്റെയും കൂടി. സ്കൂളിന്റെ വലിയ ഇരുമ്പ് ഗേറ്റ് ഒരു നേർത്ത ഞരക്കത്തോടെ അടയുമ്പോൾ അതോടൊപ്പം അടയുന്നത് സുമ ടീച്ചറുടെ കർക്കശമായ മുഖഭാവം കൂടിയായിരുന്നു. ഗേറ്റിന്റെ പുറം വൈകുന്നേരത്തെ വെയിൽ മങ്ങി തുടങ്ങിയ ഇടവഴിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവരുടെ ചുമലുകൾ ചെറുതായൊന്നായി. യൂണിഫോമിന്റെ ബഹളങ്ങളിൽ നിന്നും കുട്ടികളുടെ കളിച്ചിരികളിൽ നിന്നും എത്രയോ ദൂരെയായിരുന്നു ആ ലോകം. ആളൊഴിഞ്ഞ ആ വഴിയിലൂടെ പാതയോരത്തെ വാഗമരത്തിൽ നിന്നും പൊഴിഞ്ഞു വീണ ഉണങ്ങിയ ഇലകളെ ചവിട്ടി മെതിക്കുമ്പോൾ ഉയരുന്ന നേർത്ത ശബ്ദം മാത്രം അവർക്ക് ഓരോ കാൽവെപ്പിലും ആ ഇരുമ്പു കവചത്തിന്റെ ഓരോ പാളികളായി അഴിഞ്ഞു വീഴുകയായിരുന്നു. ഒടുവിൽ പടിപ്പുര കടന്ന് ശാന്തി എന്ന് പേരെഴുതിയ തന്റെ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പുറം ലോകം കണ്ടിരുന്ന സുമ ടീച്ചർ പൂർണ്ണമായും അപ്രത്യക്ഷ ശാന്തിയുടെ 4 ചുവരുകൾക്കുള്ളിൽ അവർ തികച്ചു മേഘയായിരുന്നു. വീടിനകത്തെ ഓരോ വസ്തുവിനും കൃത്യമായ സ്ഥാനമുണ്ടായിരുന്നു. മേശപ്പുറത്ത് അടുക്കിവെച്ച പുസ്തകങ്ങൾ, ഭിത്തിയിലെ ക്ലോക്കിന്റെ നേരെ താഴെ വെച്ച പൂപ്പാത്രം, ഒരു ചുളിവ് പോലുമില്ലാതെ മടക്കിവെച്ച കസേരയിലെ പത്രം, എല്ലാം തികഞ്ഞ അടുക്കും ചിട്ടയും. പക്ഷേ ആ അടുക്കും ചിട്ടയ്ക്കും ഒരു ശ്മശാനമൂകതയുടെ തണുപ്പുണ്ടായിരുന്നു. ഒരു ജീവനില്ലായ്മ. ആ വീട്ടിൽ സ്നേഹത്തിന്റെ ചൂടോ സന്തോഷത്തിന്റെ നേർത്ത പൊടിപടലങ്ങളോ ഉണ്ടായിരുന്നില്ല. അച്ഛന്റെ പട്ടാളച്ചിട്ടയിലുള്ള ശിക്ഷണം അവരുടെ ബാല്യത്തെയും കൗമാരത്തെയും ശ്വാസം മുട്ടിച്ചതിന്റെ ബാക്കിപത്രമായിരുന്നു ഈ ചിട്ടകൾ. സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ വാത്സല്യം നിറഞ്ഞ ഒരു തലോടലോ ഓർമ്മയുടെ ചെപ്പിൽ നിന്നും അവർക്ക് പരതിയെടുക്കാൻ പോലും ആയിരുന്നില്ല. ഉറങ്ങുന്നതിനും ഉണരുന്നതിനും
ഭക്ഷണം കഴിക്കുന്നതിനും എന്തിന് ചിരിക്കുന്നതിന് പോലും ഒരു സമയമുണ്ടായിരുന്നു, ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്കുകൾ തെറ്റിയാൽ അച്ഛന്റെ കോപം ഒരു പ്രളയം പോലെയായിരുന്നു. ഒരിക്കൽ ചിത്രം വരയ്ക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന 6ാം ക്ലാസ്സുകാരി സുമ കണക്ക് പുസ്തകത്തിന്റെ പിന്നിലെ ഒഴിഞ്ഞ താളിൽ മയിൽപീലി അഴകുള്ള ഒരു പൂമ്പാറ്റയെ വരച്ചു. നിറങ്ങൾ നൽകി അതിന് ജീവൻ വെപ്പിക്കുന്നതിനു മുൻപേ അച്ഛനത് കണ്ടുപിടിച്ചു. പഠിക്കുന്ന പുസ്തകത്തിൽ കവിതയും ചിത്രവുമല്ല വേണ്ടത്, അറിവാണ് എന്ന് ചെകിടടപ്പിക്കുന്ന ശബ്ദത്തിൽ അലറിക്കൊണ്ട അച്ഛൻ ആ പുസ്തകം വലിച്ചു കീറിയപ്പോൾ അതോടൊപ്പം കീറിപ്പോയത് അവളുടെ സ്വപ്നങ്ങളുടെ നിറങ്ങളായിരുന്നു. വേദന കൊണ്ട് പുളഞ്ഞപ്പോഴും കണ്ണുനീർ പുറത്തുവരാതെ ഉള്ളിലണക്കിയ ആ ദിനത്തിന്റെ പാടുകൾ ഇന്നും മായാതെ മനസ്സിലുണ്ട്. അതായിരുന്നു തുടക്കം. പാട്ടുപാടാൻ കൊതിച്ചപ്പോൾ സമയം കളയാനുള്ള ഏർപ്പാടല്ലതെന്ന് വിലക്കി. കൂട്ടുകാരുമായി കളിക്കാൻ മുറ്റത്തിറങ്ങിയപ്പോൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനാണ് എന്ന് ശാസിച്ചത്. ഉള്ളിന്റെ ഉള്ളിലൊരൽപ്പം വാത്സല്യത്തിനായി കൊതിക്കുമ്പോഴും സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ അവരൊരിക്കലും പഠിച്ചിരുന്നില്ല. അച്ഛന്റെ നിഴലിലമർന്ന് അമ്മയുടെ നിശബ്ദമായ തേങ്ങലുകൾക്കും അവർ സാക്ഷിയായി. രാത്രിയുടെ നിശബ്ദതയിൽ ഭിത്തിയിൽ തൂങ്ങുന്ന മരിച്ചുപോയ അച്ഛന്റെയും അമ്മയുടെയും ചിത്രങ്ങളിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഓർമ്മകൾ അവരെ ഒരു വേട്ടപ്പട്ടിയെപ്പോലെ പിന്തുടരും. ഫോട്ടോയിൽ അച്ഛൻ ഗൗരവത്തോടെ നോക്കുന്നു. അമ്മയുടെ മുഖത്ത് ഭയവും നിസ്സഹായതയും നിഴലിക്കുന്നുണ്ടോ എന്നവർക്ക് തോന്നും. അച്ചടക്കത്തിന്റെയും കാർക്കശ്യത്തിന്റെയും ഈ മുഖംമൂടി ഉള്ളിലെ ആ പഴയ മുറിവുകളെ മറ്റുള്ളവരിൽ നിന്ന് മറയ്ക്കാനുള്ള ഒരു ഉപായം മാത്രമായിരുന്നു. ആരും സ്നേഹിക്കാനില്ലാത്ത, ആരെയും സ്നേഹിക്കാൻ അറിയാത്തവളായി സ്വയം തീർത്ത കോട്ടയായിരുന്നു ശാന്തിയും അവിടുത്തെ ചിട്ടകളും. ജനലഴികളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ മറ്റു വീടുകളിൽ ചിരിയുടെയും സന്തോഷത്തിന്റെയും വെളിച്ചം കാണാം. ആ വെളിച്ചം തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എത്തുമോ എന്നവർ സംശയിച്ചു. നാളെ രാവിലെ വീണ്ടും ആ ഉരുക്കു കവചമണിയണം, ഗൗരവം മുഖത്തണിയണം. സ്കൂളിലെ കുട്ടികൾക്ക് മുന്നിൽ അറിവിന്റെ കണക്കുകൾ മാത്രം പറയുന്ന സുമ ടീച്ചറാകണം. ആരും കാണാതെ ഉള്ളിൽ കരയുന്ന സുമയെ ശാന്തിയുടെ തണുത്ത ഭിത്തികൾ വീണ്ടും ചേർത്തുപിടിച്ചു. കിഴക്ക് വെള്ളക്കീറും മുൻപേ ആകാശന്റെ ലോകം ഉണരും. അവന്റെ അലാറം ഒരു ഘടികാരമായിരുന്നില്ല. ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നുവരുന്ന അമ്മയുടെ നേർത്ത ചുമയായിരുന്നു. ഓരോ ചുമയും അവന്റെ ഹൃദയത്തിൽ ഒരു നേർത്ത നൊമ്പരമായി വന്ന് തട്ടും. ഉറക്കച്ചടവുള്ള കണ്ണുകൾ വലിച്ചു തുറന്ന് അവൻ അമ്മയുടെ അരികിലേക്ക് ചെല്ലും. മെലിഞ്ഞുണങ്ങി വിളറിയ മുഖമുള്ള അമ്മയുടെ നെറ്റിയിലെ വിയർപ്പ് കണങ്ങൾ ഒരു പഴയ തൂവാല കൊണ്ട് മെല്ലെ ഒപ്പിയെടുക്കുമ്പോൾ അവന്റെ വിരലുകൾക്ക് പ്രായത്തിൽ കവിഞ്ഞ പാകതയുണ്ടായിരുന്നു. അമ്മേ എന്ന അവന്റെ നേർത്ത വിളിയിൽ വാത്സല്യവും കരുതലും ഒരുപോലെ നിറഞ്ഞിരുന്നു. അടുക്കളയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ തലേന്നത്തെ കഞ്ഞിപ്പാത്രമെടുത്തു. വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെറിയ തീയിൽ ചൂടാക്കി അമ്മയ്ക്ക് എളുപ്പത്തിൽ ഇറക്കാൻ പാകത്തിനത് കോരിക്കൊടുക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു കുടുംബനാഥന്റെ ഉത്തരവാദിത്തം നിറഞ്ഞിരുന്നു. മരുന്നുകളുടെ സമയം തെറ്റാതിരിക്കാൻ അവൻ തന്നെ കീറിയെടുത്ത കാർഡ്ബോർഡ് കഷ്ണത്തിൽ എഴുതി ഭിത്തിയിൽ ഒട്ടിച്ചുവെച്ച ചാർട്ടിലേക്ക് അവൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. ഓരോ മരുന്നുപൊതിയും അമ്മയുടെ ജീവന്റെ ഓരോ ദിവസമാണെന്ന് അവൻ വിശ്വസിച്ചു. രാത്രികൾക്ക് പലപ്പോഴും വേദനയുടെ ഗന്ധമായിരുന്നു. അമ്മയുടെ ഞരക്കങ്ങളും തേങ്ങലുകളും ഉയരുമ്പോൾ അവൻ ഉറങ്ങാതെ കാവലിരിക്കും. വേദന കൊണ്ട് പുളയുന്ന അമ്മയുടെ മെലിഞ്ഞ കൈകൾ അവന്റെ കൊച്ചു കൈകൾക്കുള്ളിലാക്കി മെല്ലെ തിരുമ്മി ആശ്വസിപ്പിക്കും. സാരമില്ല അമ്മേ, ഞാനില്ലേ ഇവിടെ, എല്ലാം ശരിയാകും എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ അവന്റെ ശബ്ദത്തിലെ ദൃഢത അമ്മയ്ക്കൊരു താങ്ങായിരുന്നു. പുസ്തകത്തിലെ അക്ഷരങ്ങൾ അവന്റെ കൺപോളകളിൽ മയങ്ങി വീഴുമ്പോഴും അമ്മയുടെ ഒരു ചെറു ശ്വാസം പോലും അവനെ ഉണർത്താൻ പോകുന്നതായിരുന്നു. ക്ഷീണം കൊണ്ട് ശരീരം തളർന്നുപോലും കഠിനമായ വേദനയ്ക്കിടയിലും അമ്മ നൽകുന്ന ആ വിളറിയ പുഞ്ചിരിയായിരുന്നു അവന്റെ മുന്നോട്ടുള്ള യാത്രയുടെ ഇന്ധനം. ആ പുഞ്ചിരി കാണുമ്പോൾ അവന്റെ എല്ലാ ക്ഷീണവും അലിഞ്ഞില്ലാതാകും. പുലർച്ചെ 4 മണിക്ക് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ തണുപ്പിനെ വകവെക്കാതെ ഒരു പഴയ കമ്പിളി പുതച്ചു വീടിന് പുറത്തിറങ്ങും. പത്രക്കെട്ടുകൾ സൈക്കിളിന് പിന്നിൽ വെച്ച് കെട്ടി അടുത്തുള്ള വീടുകളിലേക്ക് പോകുമ്പോൾ വഴിയോരത്തെ വിളക്കുകാലുകൾ അവന് കൂട്ടായി നിന്നു. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് അമ്മയുടെ മരുന്നിനും തന്റെ പഠനത്തിനും അവൻ പണം കണ്ടെത്തിയിരുന്നത്. ഓരോ വീട്ടിലും പത്രമിടുമ്പോൾ ആ വീടുകളിലെ കുട്ടികൾ ചൂടുള്ള പുതപ്പിനടിയിൽ നല്ല സ്വപ്നങ്ങൾ കണ്ടുറങ്ങുകയാണ് എന്നവൻ ഓർക്കും. പക്ഷെ അവന്റെ സ്വപ്നങ്ങളിൽ നിറയെ അമ്മയുടെ ചിരിക്കുന്ന മുഖവും മരുന്നുകുപ്പികളും മാത്രമായിരുന്നു. അവന്റെ പ്രായത്തിലെ കുട്ടികൾ കളിച്ചും ചിരിച്ചും നടക്കുമ്പോൾ അവൻ ജീവിതത്തോട് നിശബ്ദമായി പൊരുതുകയായിരുന്നു. ആകാശം അവന്റെ പേരിൽ മാത്രമായിരുന്നില്ല, അവന്റെ സ്വപ്നങ്ങളിലും പ്രതീക്ഷകളിലും ഉണ്ടായിരുന്നു. അമ്മ എന്ന ലോകം സമാധാനമായി ഉറങ്ങുന്ന വിശാലമായ ഒരിടം. പുലർകാലത്തെ നേരത്തെ വെളിച്ചം അവരുടെ ഒറ്റമുറി വീട്ടിലേക്ക് അരിച്ചിറങ്ങുന്നതായിരുന്നു. അടുക്കളയിൽ നിന്ന് വരുന്ന മരുന്നിന്റെ നേരിയ ഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നു.
ആകാശ് അമ്മയുടെ കട്ടിലിനരികിലിരിക്കുകയായിരുന്നു. మందులకు తన చదువుకు ഉറക്കച്ചടവുള്ള അവന്റെ കണ്ണുകൾ അമ്മയുടെ മെലിഞ്ഞുണങ്ങിയ മുഖത്തായിരുന്നു. ఇళ్లలోని పిల్లలు നാളുകളായുള്ള അസുഖം ആ മുഖത്തെ ശോഭ കെടുത്തിയെങ്കിലും ആ കണ്ണുകളിലെ വാത്സല്യത്തിന് ഒരു കുറവും വന്നിരുന്നില്ല. అతని కలల్లో മോനെ, అమ్మనవుతున్న ముఖం ആകാശേ, సీసాలు మాత్రమే നീ ഇന്ന് ఉండేవి. സ്കൂളിൽ പോന്നില്ലേ? అతని వయసు పిల్లలు മുഖം വല്ലാതെ ఆడుతూ నవ్వుతూ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ఉన్నప్పుడు అతను രാത്രി జీవితంతో ഉറങ്ങിയില്ലേ നീ? నిశ్శబ్దంగా അമ്മ పోరాడుతున్నాడు. നേർത്ത ഇടറിയ ఆకాశ్, ശബ്ദത്തിൽ ఆకాశం, ചോദിച്ചു. స్కై ആ అనేది ചോദ്യത്തിൽ అతని സ്നേഹത്തെക്കാളേറെ పేరులో మాత్రమే కాదు, ഒരു కుറ്റബോധം అతని కలలు వాసనలో നിഴലിക്കുന്നുണ്ടായിരുന്നു. కూడా ఉండేది. അവൻ പെട്ടെന്ന് అమ్మ മുഖത്തൊരു అనే ചിരി ప్రపంచం വരുത്തി. శాంతిగా ക്ഷീണത്തിന്റെ నిద్రపోయే പാടുകൾ విశాలమైన ആ ఒక ചിരിക്കടിയിൽ చోటు. ఆ ഒളിപ്പിക്കാനൊരു రోజు లెక్కల വിഫലശ്രമം క్లాసులో നടത്തി. సుజాత ഏയ്, టీచర్ എനിക്കെന്ത് కొత్త ക്ഷീണം? పాఠం അമ്മ బోధిస్తున్నారు. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. బీజగణితంలోని ഇന്നലെ సంక్లిష్టమైన കണക്കിലെ പുതിയ പാഠം సమీకరణాలు പഠിക്കുകയായിരുന്നു. నల్ల അത് బోర్డుపై തീർക്കാൻ తెల్ల കുറച്ചു വൈകി. శుద్ధతో కోటలు അത്രേ ഉള്ളൂ. కట్టాయి. അവൻ അമ്മയുടെ ക്ലാസ്സിലോని നെറ്റിയിൽ ఫ్యాన్ యొక్క വാത്സല്യത്തോടെ గరుమని തലോടി. శబ్దం టీచర్ അമ്മ యొక్క വേഗം ഒന്ന് బిగ్గరైన സുഖമായാ స్వరంతో മതി. కలిసి അപ്പോഴെന്റെ ఒక ക്ഷീണമൊക്കെ రకమైన പമ്പ കിടക്കും. మందకొడితనం గదిలో പിന്നെ നമുക്ക് నిండింది. ഒരുമിച്ച് അമ്പലത്തിൽ బయటి പോകാം. ఎండ తన അമ്മയ്ക്ക് శక్తిని ഇഷ്ടപ്പെട്ട అంతా കൽക്കണ്ടം വാങ്ങാം. ఉపయోగించి അവന്റെ భూమిని വാക്കുകൾ കേട്ട് కాల్చేస్తోంది. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു రాత్రి തുളുമ്പി. నిద్రలేమి ചുണ്ടിൽ വിരിഞ്ഞ ചിരി కార్తీక్ കണ്ണീരിൽ അലിഞ്ഞു కనురెప్పలపై പോകാതിരിക്കാൻ അവർ ఎవరో പാടുപെട്ടു. రెండు బరువైన రాళ్లను തന്റെ പ്രായത്തിലുള്ള కట్టినట్లుగా കുട്ടികൾ బరువుగా കളിച്ചും అనిపించింది. ചിരിച്ചും നടക്കുമ്പോൾ మెదడు ഈ లోపల കുഞ്ഞ് തനിക്ക് ఒక വേണ്ടി ഒരു రకమైన ജീവിതം పొగమంచు హోമിക്കുകയാണല്ലോ వ్యాపించింది. എന്നോർത്ത് నిన్న ആ ഹൃദയം రాత్రి కూడా വിങ്ങി. అమ్మ యొక్క കൂട്ടുകാരുമൊത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാതെ വൈകുന്നേരങ്ങളിൽ പുഴയിൽ കുളിക്കാൻ പോകാതെ അവൻ തനിക്കുള്ള മരുന്നും ഭക്ഷണവുമായി ഈ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കേണ്ട മോനെ. നിന്റെ പഠിത്തം മുടങ്ങരുത്. നീ നന്നായി പഠിക്കണം, വലിയ ആളാകണം. അമ്മ അവന്റെ മുടിയിഴകളിൽ തലോടി. ആ സ്പർശനത്തിൽ 1000 പ്രാർത്ഥനകളുണ്ടായിരുന്നു. അവൻ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആ മെലിഞ്ഞ കൈകൾക്ക് ലോകത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാനുള്ള കരുത്ത് തനിക്ക് നൽകാനാവുമെന്ന് അവൻ അറിയാമായിരുന്നു. അമ്മയുടെ ഈ സ്നേഹമായിരുന്നു അവന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി. അമ്മ വിഷമിക്കാതെ എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അവന്റെ കണ്ണുകളിൽ പുതിയൊരു തിളക്കം മിന്നിമറഞ്ഞു. അമ്മ കാണും, ഞാൻ വലിയ ആളാകുന്നത്. നല്ലൊരു ജോലി വാങ്ങിയിട്ട് നമുക്ക് ഈ വീട്ടിൽ നിന്ന് മാറാം. മുറ്റത്ത് നിറയെ ചെടികളുള്ള, ജനൽ തുറന്നാൽ പാടത്തെ കാറ്റ് അകത്തേക്ക് വരുന്ന ഒരു വലിയ വീട്ടിലേക്ക്. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ വാങ്ങിത്തരും. ചുവന്ന കരയുള്ള സെറ്റ് സാരി, പിന്നെ അമ്മയ്ക്ക് വായിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ. അവനൊരു സ്വപ്നം പോലെ പറഞ്ഞു നിർത്തി. അവന്റെ ഓരോ വാക്കുകളും ആ അമ്മയുടെ കാതുകളിൽ അമൃതുപോലെ പതിച്ചു. വേദനയ്ക്കിടയിലും അവരുടെ മുഖത്ത് കാലങ്ങൾക്ക് ശേഷം ഒരു പ്രകാശം നിറഞ്ഞു. അത് വെറുമൊരു ചിരിയായിരുന്നില്ല, മകന്റെ സ്വപ്നങ്ങളിൽ വിരിഞ്ഞ പ്രതീക്ഷയുടെ, വാത്സല്യത്തിന്റെ, അതിലുപരി അതിജീവനത്തിന്റെ ഒരു തിളക്കമായിരുന്നു. ആ ചിരിയായിരുന്നു ആകാശിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അന്ന് കണക്ക് ക്ലാസ്സിൽ സുമ ടീച്ചർ പുതിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. ബീജഗണിതത്തിലെ സങ്കീർണമായ സമവാക്യങ്ങൾ കറുത്ത ബോർഡിൽ വെളുത്ത ചോക്കുകൊണ്ട് കോട്ടകൾ പണിതു. ക്ലാസ്സിലെ ഫാനിന്റെ മുറൽ ചെയ്യും ടീച്ചറുടെ ഉയർന്ന ശബ്ദവും ഇടകലർന്ന് ഒരുതരം മന്ദത മുറിയിൽ നിറച്ചു. പുറത്ത് വെയിൽ അതിന്റെ സകല ശക്തിയും എടുത്ത് ഭൂമിയെ പൊള്ളിക്കുന്നുണ്ടായിരുന്നു. രാത്രികളിലെ ഉറക്കമില്ലായ്മ ആകാശിന്റെ കൺപോളകളിൽ ആരോ 2 കരിങ്കല്ലുകൾ കെട്ടിത്തൂക്കിയതുപോലെ ഭാരം നൽകി. തലച്ചോറിനുള്ളിൽ ഒരുതരം മൂടൽമഞ്ഞ് വ്യാപിച്ചു. ഇന്നലെ രാത്രിയിലും അമ്മയുടെ നിർത്താത്ത ചുമ അവന്റെ ഉറക്കം കെടുത്തിയിരുന്നു. മരുന്നിന്റെ രൂക്ഷഗന്ധം ഇപ്പോഴും അവന്റെ ഓർമ്മയിലുണ്ട്. പുലർച്ചെ എപ്പോഴോ ആണ് അവൻ ചെറുതായി മയങ്ങിയത്. അതിന്റെ ക്ഷീണം അവന്റെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്നു തിന്നിരിയായിരുന്നു. ടീച്ചർ പറയുന്നതൊന്നും അവന്റെ തലയിൽ കയറുന്നില്ല. ബോർഡിലെ അക്കങ്ങളും അക്ഷരങ്ങളും അവന്റെ കൺമുന്നിൽ രൂപം മാറി പുകമര പോലെ നൃത്തം ചെയ്തു. A² + 2ab + b² എന്ന സമവാക്യം അവന്റെ മുന്നിൽ ചിതറിയ അക്ഷരക്കൂട്ടങ്ങളായി. പിടിച്ചു നിൽക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. കണ്ണുകൾ വലിച്ചു തുറന്നു, തല കുടഞ്ഞു. പക്ഷേ ക്ഷീണം ഒരു ഭീകര സത്വത്തെ പോലെ അവനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ചെറുത്തുനിൽപ്പ് അവസാനിച്ചു. അവന്റെ തല മുന്നിലിരുന്ന ഡെസ്കിലേക്ക് ശക്തിയില്ലാതെ ചാഞ്ഞു. പുറത്തെ ലോകശബ്ദങ്ങൾ നേർത്തുപോയി. ഒരു നിമിഷത്തേക്ക് അവനെല്ലാം മറന്ന് ഒരു ആശ്വാസം അനുഭവിച്ചു. സുമ ടീച്ചറുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ക്ലാസ്സിൽ പ്രകമ്പനം കൊണ്ടു. ഞെട്ടിപ്പിടഞ്ഞ് അവൻ തലയുയർത്തി. ക്ലാസ്സിലെ 50 ജോഡി കണ്ണുകൾ അവന് നേരെയായിരുന്നു. ചിലതിൽ പരിഹാസം, മറ്റു ചിലതിൽ സഹതാപം, ഭൂരിപക്ഷത്തിലും കൗതുകം. അവന്റെ ഹൃദയം പടപടായിടിച്ചു. മുഖമാകെ വിയർത്തു. ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ മാത്രം ധൈര്യമായോ നിനക്ക്? പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എഴുന്നേറ്റ് പുറത്തു പോകാമല്ലോ. ഇത് നിന്റെ വീടല്ല. അഹങ്കാരം കൊണ്ടാണോ? ടീച്ചറുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടിത്തിരുന്നു. വാക്കുകൾ ചാട്ടവാറുപോലെ അവന്റെ ചെവിയിൽ പതിച്ചു. ഇന്നലെ അവൻ വിക്കി എന്തോ പറയാൻ ശ്രമിച്ചു. അമ്മയുടെ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആൾക്കൂട്ടത്തിന് മുന്നിൽ സ്വന്തം ദയനീയാവസ്ഥ വിളിച്ചു പറയാൻ അവന് തോന്നിയില്ല.
ప్రతి അത് ఒక్కరూ കൂടുതൽ വലിയൊരു తమ భోజన അപമാനമായിരിക്കും. పొట్లాలను తెరిచి മിണ്ടരുതൊരു పనులలోకి വാക്ക്. వెళ్ళడానికి വിശദീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. అప్పుడే കൈനീട്ട്. స్టాఫ్ రూమ్ తలుపు ടീച്ചറുടെ మెల్లగా ശബ്ദം കനത്തു. తెరుచుకుని హెడ్ మాస్టర్ ചോദ്യം లోపలికి ചെയ്യാനോ వచ్చారు. വിശദീകരിക്കാനോ അവന് ఆయన ముఖంలోని ധൈര്യമുണ്ടായിരുന്നില്ല. గంభీరం చూసిన వెంటనే നിസ്സഹായനായി അവൻ വിറയ്ക്കുന്ന గదిలోని കൈകൾ సన్నని ടീച്ചർക്ക് నవ్వులు മുന്നിലേക്ക് നീട്ടി. ఆగిపోయాయి. మాటలు నిలిచాయి. മേശപ്പുറത്തിരുന്ന ചുരുൾ ఏదో ടീച്ചർ అసాధారణం കയ്യിലെടുത്തു. జరిగింది అని അതിന്റെ అందరికీ സ്വിസ്റ്റ് అనిపించింది. അന്തരീക്ഷത്തിൽ ഒരു നിമിഷം ఆయన തങ്ങി అందరినీ നിന്നു. ఒకసారి చూసిన അവന്റെ తరువాత കുഞ്ഞു గొంతు കൈകളിൽ അത് తగ్గించి ആഞ്ഞു చెప్పారు. പതിച്ചു. అందరూ ഒന്നിനു പുറകെ దయచేసి ഒന്നായി వినండి. 3 അടി. నాకొక ആദ്യത്തെ దుఃఖకరమైన അടിയിൽ వార్త കൈ പറഞ്ഞു తెలియజేయాలి. പോകുന്ന വേദന തോന്നി. గదిలో సూది രണ്ടാമത്തെ పడితే അടിയിൽ వినిపించేంత കണ്ണിലിരുട്ട് കയറി. నిశ్శబ్దం മൂന്നാമത്തെ ఆవరించింది. അടിയായപ്പോഴേക്കും మన വേദനയേക്കാൾ 8వ വലിയ తరగతి അപമാനം അവന്റെ విద్యార్థి ഉള്ളു പൊള്ളിച്ചു. కార్తీక్ తల్లి കണ്ണുകൾ నిన్న നിറഞ്ഞ് రాత్రి കാഴ്ച മങ്ങി. ఆకస్మిక గుండెపోటుతో ചുണ്ടുകൾ చనిపోయారు. കടിച്ചുപിടിച്ച് അവൻ ఆ మాటలు കരച്ചിലടക്കി. సుజాత టీచర్ പോയി చెవిలో വരാന്തയിൽ നിൽക്ക്. ఒక ഈ బాంబులా പീരീഡ് పేలాయి. കഴിയുന്നതുവരെ చుట్టూ അവൻ ఉన్నదంతా തലകുനിച്ച് స్తంభించిపోయింది. നിറഞ്ഞ കണ്ണുകൾ ആരും సహోద్యోగుల കാണാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ఆశ్చర్యమణిచిపెట్టిన ക്ലാസ്സിന് പുറത്തേക്ക് సంభాషణలు നടന്നു. ఆమెకు ഓരോ వినిపించలేదు. ചുവടും അവന് చేతిలో ఉన్న ഭാരമുള്ളതായി ఎర్రసిరా തോന്നി. పెన్ను తెలియకుండానే വരാന്തയിലെ వేళ్ల തണുത്ത నుండి തൂണിൽ జారి ചാരി നിൽക്കുമ്പോൾ నిశ్శబ్దంగా కింద അടക്കി పడింది. പിടിച്ചതെല്ലാം ప్రపంచం അണപൊട്ടി. ఒక్క క్షణం పాటు കണ്ണുനീർ శ్వాస നിശബ്ദമായി ఆపి കവിളിലൂടെ నిలబడినట్లు ഒഴുകി. ఆమెకు అనిపించింది. അത് ചുരലിന്റെ വേദനയായിരുന്നില്ല. మనసులోకి ആരും ఒక കാണാതെ నేరస్తురాలిలా അറിയാതെ ഉള്ളിലൊതുക്കിയ ദൃശ്യാలు സങ്കടങ്ങളുടെയും ദൂసుకువచ్చాయి. ഭാരങ്ങളുടെയും హోంవర్క్ പ്രളയമായിരുന്നു അത്. చేయకుండా వచ్చినందుకు ആകാശം പോലെ క్లాస్లో വിശാലമായ తల వంచుకుని സ്വപ്നങ്ങളുള്ള నిలబడిన ഒരു కార్తీక్ കുഞ്ഞിന്റെ നിസ്സഹായമായ అతని నిండిన തേങ്ങലായിരുന്നു కళ్ళు അത്. అభ్యర్థన പിറ്റേന്ന് స్వరం. ഉച്ചഭക്ഷണത്തിന് ശേഷം అమ్మకు സ്റ്റാഫ് అస్సలు റൂമിൽ బాలేదు. പതിഞ്ഞ టీచర్ സംസാരങ്ങളും హాస్పిటల్కు പൊതിച്ചോറുകളുടെ తీసుకెళ్లాలి ഗന്ധവും అని നിറഞ്ഞിരുന്നു. అతను చెప్పడానికి തലേന്നത്തെ ప్రయత్నించినా ക്ഷീണവും അടുത്ത తాను പീരീഡിനെ విననట్లు കുറിച്ചുള്ള నటించింది. ചർച്ചകളുമായിരുന്നു కోపంతో അവിടെ ആകെ వణుకుతూ ഗംഭീരം. అతని చిన్న చేతులపై ഓരോരുത്തരും గట్టిగా തങ്ങളുടെ కొట్టిన ഭക്ഷണപ്പൊതി బెత్తం. തുറന്ന് തിരക്കുകളിലേക്ക് నొప్పికి കടക്കാൻ అతని చేతిని തയ്യാറെടുക്കുകയായിരുന്നു. వెనక్కు తీసుకున్నది బెత్తం അപ്പോഴാണ് దెబ్బలు. സ്റ്റാഫ് റൂമിന്റെ ఎర్రగా വാതിൽ മെല്ലെ ఉబ్బినవి. തുറന്ന് ഹെഡ്മാസ്റ്റർ అన్నీ അകത്തേക്ക് ఒక വന്നു. మెరుపులా ఆమె జ్ఞాపకంలో അദ്ദേഹത്തിന്റെ మెరిశాయి. മുഖത്തെ ഗൗരവം കണ്ടത് అతని മുറിയിലെ కన్నీళ్లకు നേർത്ത ఉప్పు ചിരികൾ ఉండినవి. മാഞ്ഞു. అమ్మ സംസാരങ്ങൾ നിലച്ചു. జబ్బును తలుచుకుని എന്തോ అని അസാധാരണമായി ఆ క్షణంలో ఆమె സംഭവിച്ചിരിക്കുന്നുവെന്ന് తెలుసుకున్నారు. എല്ലാവർക്കും ఆ തോന്നി. బెత్తం దెబ్బలు അദ്ദേഹം ఇప్పుడు ఆ എല്ലാവരെയും చిన్న ഒന്ന് చేతులపై കണ്ണോടിച്ച് కాదు ശബ്ദം తన താഴ്ത്തി പറഞ്ഞു. హృదయంలోనే എല്ലാവരും ഒന്ന് లోతుగా ശ്രദ്ധിക്കുക. గుచ్చుతున్నాయని എനിക്കൊരു ఆమెకు ദുഃഖവാർത്ത అనిపించింది. അറിയിക്കാനുണ്ട്. అమ్మను മുറിയിൽ కోల్పోయిన സൂചി ఆ വീണാൽ రాత్రి കേൾക്കാവുന്ന అతను നിശബ്ദത ఆ പറഞ്ഞു. నొప్పి ఉన్న చేతులతో നമ്മുടെ ఎలా 8ാം పడుకుని ക്ലാസ്സിലെ ఉంటాడు? ആകാശിന്റെ അമ്മ బహుశా స్కూల్ ഇന്നലെ నుండి രാത്രി പെട്ടെന്നുണ്ടായ అతనికి ഒരു దొరికిన చివరి ഹൃദയാഘാതത്തെ జ్ఞాపకం തുടർന്ന് മരിച്ചു. తాను ఇచ్చిన ఈ బాధ్యన ആ വാക്കുകൾ സുമ ఆ ടീച്ചറുടെ ఆలోచన കാതുകളിൽ ഒരു ബോംബ് సుజాత പോലെയാണ് టీచర్ പൊട്ടിത്തെറിച്ചത്. గుండెలో ఒక నిప్పు ചുറ്റുമുള്ളതെല്ലാം కణంలా మండింది. നിശ്ചലമായി. ఆమె తెలియకుండానే സഹകർമ്മികളുടെ ഞെട്ടലും കുర్చీలో അടക്കിപ്പിടിച്ച కుప్పకూలిపోయారు. സംസാരങ്ങളും അവർ കേട്ടില്ല. రోజు నడిచి వెళ్లే దారులకు കയ്യിലിരുന്ന ചുവന്ന ఆ മഷിയുള്ള రోజు പേന మామూలు അറിയാതെ కంటే വിരലുകളിൽ നിന്ന് ఎక్కువ ഊർന്ന് దూరం നിശബ്ദമായി భారం താഴെ అనిపించింది. വീണു. సుజాత ലോകം ഒരു టీచర్ നിമിഷത്തേക്ക് ശ്വാസം ప్రతి അടക്കി అడుగు പിടിച്ചു നിന്നതുപോലെ അവർക്ക് ఇసుకలో തോന്നി. కూరుకుపోయినట్లుగా മനസ്സിലേക്ക് ഗമ്യം ഒരു లేనిదిగా കുറ്റവാളിയെ ఉండేది. പോലെ തലേന്നത്തെ అపరాధ ദൃശ്യങ്ങൾ భావన ഇരച്ചു കയറി വന്നു. ఒక నిప్పులా ఆమె ഹോംവർക്ക് లోపల ചെയ്യാതെ വന്ന് మండుతూ ക്ലാസ്സിൽ ఉంది. തലകുനിച്ചു నిన్న നിന്ന క్లాస్లో ആകാശ്, అందరి ముందు അവന്റെ നിറഞ്ഞ మందలించిన കണ്ണുകൾ, కార్తీక్ నిండిన യാചനയുടെ സ്വരം. కళ్ళు వణుకుతున్న పెదవులు അമ്മയ്ക്ക് തീരെ ఒక സുഖമില്ലായിരുന്നു ടീച്ചർ. మాయాచిత్రంగా ആശുപത്രിയിൽ మనసులో കൊണ്ടുപോകണമായിരുന്നു నేను అలా എന്നവൻ പറയാൻ మాట్లాడి ശ്രമിച്ചത് అతని താൻ అమ్మకు കേട്ടില്ലെന്ന് നടിച്ചു. ఆరోగ్యం బాగా లేదని తెలిసి ദേഷ്യത്തിൽ కూడా വിറച്ചുകൊണ്ട് അവന്റെ കുഞ്ഞു నేను കൈകളിലേക്ക് అతనితో ആഞ്ഞടിച്ച అంత ചുരൽ, కఠినంగా വേദന ఎలా കൊണ്ട് അവൻ ప్రవర్తించానో. കൈവലിച്ചതും చివరిసారిగా ചുരൽപ്പാടുകൾ ചുവന്ന് అమ్మను തിമിർത്തതും చూడటానికి എല്ലാം ഒരു മിന്നൽ వెళ్ళినప్పుడు പോലെ അവരുടെ అతని ഓർമ്മയിൽ మనసు തെളിഞ്ഞു. ఎంత బాధపడి അവന്റെ ఉంటుంది. കണ്ണുനീരിന് ఈ ഉപ്പുണ്ടായിരുന്നത് ఆలోచనలు അമ്മയുടെ ఊపిరి അസുഖമോർത്തായിരുന്നുവെന്ന് ആ ఆడకుండా നിമിഷം చేసే അവർ ఒక തിരിച്ചറിഞ്ഞു. ఆమెను కమ్మేశాయి. ആ ചുരൽപ്പാടുകൾ ഇപ്പോൾ ആ చివరికి കുഞ്ഞു കൈകളിലല്ല, ఆత్మనియంత్రణ యొక్క തന്റെ చివరి ഹൃദയത്തിലാണ് దారం ആഴത്തിൽ కూడా കുത്തി നോവിക്കുന്നതെന്ന് അവർക്ക് തോന്നി. ఆమె దారి పక్కన చూసిన അമ്മയെ ఒక നഷ്ടപ്പെട്ട ఆటో ആ രാത്രിയിൽ రిక్షాకు അവൻ చేయి എങ്ങനെയാണ് ആ വേദനിക്കുന്ന కార్తీక్ കൈകളുമായി ఇంటికి ഉറങ്ങിക്കാണുക? డ్రైవర్కు చెప్పినప్పుడు ఆమె ഒരുപക്ഷേ గొంతు తడబడింది. സ്കൂളിൽ നിന്നുണ്ടായ ఆటో యొక్క അവസാനത്തെ ഓർമ്മ శబ్దంలో కూడా താൻ ఆమె നൽകിയ ഈ లోపల ఉన్న വേദനയായിരിക്കുമോ? నిశ్శబ్దమైన ആ ఏడుపు ചിന്ത സുമ ప్రతిధ్వనిస్తోంది. ടീച്ചറുടെ നെഞ്ചിൽ ഒരു బయటి കനൽക്കട്ട പോലെ దృశ్యాలు എരിഞ്ഞു. అర్థం లేకుండా അവരറിയാതെ మెరుస్తూ കസേരയിലേക്ക് పోయాయి. തളർന്നിരുന്നു പോയി. ప్రతి క్షణం ఆమె ദിവസവും హృదయ നടന്നു స్పందన തീർക്കുന്ന ఎక్కువైంది. വഴിയോരങ്ങൾക്ക് അന്ന് പതിവില്ലാത്ത ఏమి ദൂരവും చెప్పి ഭാരവും అతన్ని അനുഭവപ്പെട്ടു. ఓదార్చాలి? ఆ സുമ ముఖంలోకి ടീച്ചറുടെ ఎలా ഓരോ చూడాలి? ചുവടും മണലിൽ ఆటో రిక్షా പൂണ്ടതുപോലെ ఇరుకైన ഗതിയില്ലാത്തതായിരുന്നു. దారిలోకి తిరిగి చిన్న കുറ്റബോധം ഒരു పెంకుటింటి കനൽ ముందు പോലെ ఆగిపోయింది. അവരുടെ ഉള്ളിൽ നീറി പുകഞ്ഞുകൊണ്ടിരുന്നു. ఆవరణలో కొందరు ഇന്നലെ నిశ్శబ్దంగా ക്ലാസ്സിൽ വെച്ച് గుమిగూడి എല്ലാവരുടെയും ఉన్నారు. മുന്നിൽ വഴക്കു പറഞ്ഞ ఎవరి ആകാശിന്റെ ముఖంలోనూ നിറഞ്ഞ കണ്ണുകളും ప్రత్యేక വിതുമ്പുന്ന భావాలు ചുണ്ടുകളും లేవు, ഒരു స్తంభించిపోయిన മായാചിത്രം ఒక എന്നോണം రకమైన മനസ്സിൽ തെളിഞ്ഞു വന്നു. ఉదాసీనత మాత్రమే. ഞാൻ അങ്ങനെയൊന്നും లోపల പറയരുതായിരുന്നു. నుండి അവന്റെ సన్నని അമ്മയ്ക്ക് ఏడుపులు ఒక സുഖമില്ലെന്ന് సన్నని അറിഞ്ഞിട്ടും ഞാൻ దారంలా എങ്ങനെയാണ് బయటకు അവരോട് അത്ര പരുഷമായി ప్రవహిస్తున్నాయి. പെരുമാറിയത്? సుజాత టీచర్ ముందుకు അവസാനമായി అడుగు അമ്മയെ കാണാൻ వేయలేకపోయారు. പോകുമ്പോൾ അവന്റെ చివరికి മനസ്സ് ధైర్యం എത്രമാത്రం తెచ్చుకుని വേദനിച്ചിട്ടുണ്ടാകും. ఆమె ഈ ఆ ചിന്തകൾ ఇంటి ശ്വാസം వాకిలి മുട്ടിക്കുന്ന వైపుకు ഒരു వెళ్లారు. പുകയായി അവരെ പൊതിഞ്ഞു. అక్కడ ఆ దృశ్యం ഒടുവിൽ ആത്മനിയന്ത്രണത്തിന്റെ ഹൃദയാన్ని അവസാനത്തെ ചീల్చింది. നൂലും പൊട്ടിപ്പോയപ്പോൾ അവർ മധ്യഗതിలో വഴിവക്കിൽ കണ്ട తెల్లటి ഒരു గుడ్డ ഓട്ടോറിക്ഷയ്ക്ക് కప్పిన നേരെ అమ్మ കൈ കാണിച്ചു. నిర్జీవ శరీరం ആകാശിന്റെ పక్కన വീട്ടിലേക്ക് ఒక రకమైన ഡ്രൈവറോട് പറയുമ്പോൾ భావరాహిత్యంతో അവരുടെ కార్తీక్ ശബ്ദം కూర్చున్నాడు. ഇടറിയിരുന്നു. అతని ഓട്ടോയുടെ కళ్ళు തകരപ്പാട്ട് ఒక్క പോലുള്ള కన్నీటి ശബ്ദത്തിനിടയിലും తడి కూడా లేకుండా അവരുടെ ഉള്ളിലെ നിശബ്ദമായ ఎండిపోయి തേങ്ങൽ ఉన్నాయి. മുഴങ്ങിക്കൊണ്ടിരുന്നു. దుఃఖంగాని പുറത്തെ బాధగాని കാഴ്ചകൾ ഒരു ఒక్క അർത്ഥവുമില്ലാതെ కణం కూడా മിന്നി ఆ മറിഞ്ഞു. ముఖంలో లేదు. ഓരോ നിമിഷവും അവരുടെ బహుశా ഹൃദയമിടിപ്പ് ఏడ్చి കൂടിക്കൊണ്ടിരുന്നു. ఏడ్చి కన్నీళ్లు എന്തു ఎండిపోయి പറഞ്ഞാണ് അവനെ ఉండవచ్చు లేదా സമാധാനിപ്പിക്കുക? ఏడవడానికి എന്നാക്കാൻ కూడా మర్చిపోయిన അവന്റെ ഒരു ఒక കണ്ണുകളിലും మొద్దుబారిన స్థితిలో എന്തു అతను പറഞ്ഞാണ് അവനെ ఉండవచ్చు. സമാധാനിപ്പിക്കുക? అతను ആ టీచర్ను చూశాడు. മുഖത്തേക്ക് എങ്ങനെ ఒక్క നോക്കും? క్షణం ఆ కళ్ళు ഓട്ടോറിക്ഷ ఆమెపై ഇടുങ്ങിയ నిలిచాయి.
വഴിയിലേക്ക് തിരിഞ്ഞ് కానీ ഒരു ചെറിയ అందులో ഓടിട്ട വീട്ടിന്റെ కోపం മുറ്റത്ത് ద్వేషం బాధ നിന്നു. ఏది ఆమె മുറ്റത്ത് చదవలేకపోయారు. കുറച്ചാളുകൾ നിശബ്ദരായി കൂടി శూన్యమైన ఒక നിൽക്കുന്നുണ്ട്. చూపు. ആരുടെയും ఆ മുഖത്ത് తరువాత പ്രത്യേക ഭാവങ്ങളില്ല. ఎటువంటి భావభేదం മരവച്ച లేకుండా ഒരു തരം అతను നിസ്സംഗത. ముఖం తిప్పేశాడు. അകത്തുനിന്ന് ആ നേർത്ത చూపు തേങ്ങലുകൾ పదునైన ഒരു కత్తిలా നേർത്ത നൂലുപോലെ టీచర్ പുറത്തേക്ക് హృదయంలోకి ഒഴുകുന്നുണ്ട്. దిగింది. സുമ ടീച്ചർക്ക് ആദ്യം കാലുകൾ ആమె മുന്നോട്ട് നിശബ്ദంగా വയ്ക്കാൻ నిలిచింది. കഴിയുന്നില്ലായിരുന്നു. టీచర్ ഒടുവിൽ రావడం ധൈര്യം സംഭരിച്ച് അവർ ആ ఆలస్యమైంది. വീടിന്റെ నా ഉമ്മരത്തേക്ക് తల్లి കയറി. సంతోషంగా ఉన్న അവിടെ చివరి ఆ గంటలు കാഴ്ച టీచర్ അവരുടെ కారణంగా ഹൃദയം నేను പിളർന്നു. కోల్పోయాను.
നടുവിലെ മുറിയിൽ വെള്ള പുതപ്പിച്ച അമ്മയുടെ ചേതനയേറ്റ ശരീരത്തിനരികെ ഒരുതരം നിർവികാരത്തോടെ ആകാശിരിക്കുന്നു. అలాగే నిలబడిపోయారు. അവന്റെ കണ്ണുകൾ ഒരു തുള്ളി കണ്ണുനീരിന്റെ നനവ് പോലുമില്ലാതെ വറ്റിവരണ്ടിരിക്കുന്നു. ദുഃഖത്തിന്റെയോ വേദനയുടെയോ ഒരു കണിക പോലും ആ മുഖത്തുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ കരഞ്ഞു കരഞ്ഞ് കണ്ണുനീർ വറ്റിപ്പോയതാവാം. അല്ലെങ്കിൽ കരയാൻ പോലും മറന്നുപോയ ഒരു മരവിപ്പിലായിരിക്കാം അവൻ. അവൻ ടീച്ചറെ കണ്ടു. ഒരു നിമിഷം ആ കണ്ണുകൾ അവരിൽ തങ്ങി നിന്നു. പക്ഷേ അതിൽ പരിഭവമോ ദേഷ്യമോ സങ്കടമോ ഒന്നും വായിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ശൂന്യമായൊരു നോട്ടം. എന്നിട്ട് യാതൊരു ഭാവഭേദവുമില്ലാതെ അവൻ മുഖം തിരിച്ചു. ആ നോട്ടം മൂർച്ചയേറിയ ഒരു കഠാരു പോലെ ടീച്ചറുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി. അതവരെ നിശ്ശബ്ദമായി കുറ്റപ്പെടുത്തി. ടീച്ചർ വരാൻ വൈകിപ്പോയി. എന്റെ അമ്മ സന്തോഷത്തോടെ അവസാന മണിക്കൂറുകൾ ടീച്ചർ കാരണം എനിക്ക് നഷ്ടമായി. അവനോട് എന്ത് പറയണമെന്നറിയാതെ ഒരക്ഷരം പോലും ഉരിയാടാനാവാതെ സുമ ടീച്ചർ ആ പടിവാതിൽക്കൽ തറഞ്ഞു നിന്നു. ആ വീടിനകത്തെ ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദതയിൽ വറ്റിവരണ്ട ആ കണ്ണുകളിലെ ശൂന്യതയിൽ അവരുടെ കുറ്റബോധം 1000 മടങ്ങ് വർദ്ധിക്കുകയായിരുന്നു. ആ വീടിന്റെ ഉമ്മറപ്പടി ഇറങ്ങുമ്പോൾ സുമ ടീച്ചറുടെ മനസ്സിൽ അപ്പോഴും ഒരുതരം മരവിപ്പായിരുന്നു. താൻ ചെയ്തതാണ് ശരിയെന്ന് മനസ്സിനെ വിശ്വസിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അച്ചടക്കമില്ലാത്ത ഒരു വിദ്യാർത്ഥിയെ നേർവഴിക്ക് നടത്തുക എന്നത് ഒരു അധ്യാപികയുടെ കടമയാണല്ലോ. പക്ഷേ ആ വീടിനകത്തെ നിശബ്ദത അവരുടെ ഹൃദയത്തിൽ ഒരു ഭാരം കയറ്റിവെച്ചിരുന്നു. അപ്പോഴാണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നും പ്രായം ചെന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് നടന്നു വന്നത്. അവരുടെ മുഖത്ത് സഹതാപവും ദുഃഖവും നിഴലിച്ചിരുന്നു. ടീച്ചറായിരുന്നല്ലേ? അവർ പതുക്കെ ചോദിച്ചു. സുമ ടീച്ചർ അതേന്ന് തലയാട്ടി. ആ കുഞ്ഞ് ഒരുപാട് അനുഭവിച്ചു ടീച്ചറെ. അവന്റെ ലോകം തന്നെ ആ അമ്മയായിരുന്നു. രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ അമ്മയെ നോക്കിയത് അവൻ ഒറ്റയ്ക്ക്. ഞങ്ങൾ പലപ്പോഴും ജനലിലൂടെ കാണുമായിരുന്നു. അമ്മയുടെ കാല് തടവിക്കൊടുത്ത് പുതപ്പിച്ചുറക്കി പാത്രങ്ങൾ കഴുകിവെച്ച് അവൻ ഉറങ്ങാൻ നേരം ഒരുപാട് വൈകും. എന്നാലും പുലർച്ചെ എഴുന്നേറ്റ് പഠിക്കുന്നത് കാണാം. ഉറക്കം തൂങ്ങുന്ന കണ്ണുകൾ അടച്ച് അവൻ പുസ്തകത്തിലേക്ക് മുഖം പുഴുത്തു. അവരൊന്ന് നിർത്തി. ഓർമ്മകൾ ചികഞ്ഞെടുക്കുന്നത് പോലെ തുടർന്നു. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ കാശില്ലാതായപ്പോൾ ആരോടും പറയാതെ അതിരാവിലെ പത്രമിടാൻ പോകാൻ തുടങ്ങി. ഈ കോടമഞ്ഞത്ത് അവന്റെ കുഞ്ഞി കൈകൾ വിറയ്ക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ചോദിച്ചാൽ പറയും അമ്മയ്ക്ക് സുഖമാവണ്ടേ എന്ന്. ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അവന്റെ മുഖം വല്ലാതെ വാടിയിരുന്നു. ആരോടും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടച്ചു. പിന്നെ അമ്മയോട് അവൻ വഴക്കിടുന്നത് ഞങ്ങൾ കേട്ടു. ടീച്ചർ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തല്ലി. എനിക്ക് നാണക്കേടായി. ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു ഒരുപാട് കരഞ്ഞു. ഓരോ വാക്കും കേട്ട് സുമ ടീച്ചർ തരിച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെ ക്ലാസ്സിൽ ഉറങ്ങിയതിന് താൻ അവനെ ശകാരിച്ചതും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാത്തതിന് ചൂരൽ കൊണ്ട് അടിച്ചതും അവരുടെ ഓർമ്മയിൽ തെളിഞ്ഞു. അയൽക്കാരെ തുടർന്നു. രാത്രിയായപ്പോൾ അമ്മയുടെ നെഞ്ചുവേദന കൂടി. ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഞങ്ങളുടെ വാതിലിൽ വന്ന് മുട്ടി. ഒരു ഓട്ടോ വിളിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. അവൻ ഒറ്റയ്ക്കാണ് ആ ഓട്ടോക്കാരനെയും കൂട്ടി അമ്മയെ താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് ഓടിയത്. പക്ഷേ അവർ വാക്കുകൾ പൂർത്തിയാക്കിയില്ല. ആ നിശബ്ദതയ്ക്ക് സുമ ടീച്ചറുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടായിരുന്നു. ആശുപത്രിയിൽ വെച്ച് ആ അമ്മ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി തുടങ്ങി. അയൽക്കാരിയുടെ ഓരോ വാക്കും കൂർത്തും മൂർത്ത ആണികളായി അവരുടെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങുകയായിരുന്നു. തന്റെ കാർക്കശ്യം, തന്റെ അഹങ്കാരത്തോടെ കൊണ്ടു നടന്ന അച്ചടക്കം എത്ര വലിയൊരു മുറിവാണ് ആ കുഞ്ഞു മനസ്സിൽ ഏൽപ്പിച്ചതെന്ന് അവർ വേദനയോടെ തിരിച്ചറിഞ്ഞു. ആ വേദനയല്ലേ ഒരു അമ്മയുടെ ജീവൻ എടുത്തത്, ആ കുഞ്ഞിനെ അനാഥനാക്കിയത്. താൻ അടിച്ച ഓരോ അടിയും ആ അമ്മയുടെ നെഞ്ചത്താണ് കൊണ്ടതെന്ന് അവർക്ക് തോന്നി. കാലുകൾക്ക് ബലം കുറയുന്നതുപോലെ അവർ അടുത്തുള്ള മതിലിൽ താങ്ങി നിന്നുപോയി. അവരുടെ ലോകം തലകീഴായി മറിയുകയായിരുന്നു. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ സുമ ടീച്ചർ ആ വീട് വിട്ടുപോയില്ല. അവർ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. വരുന്നവരെയും പോകുന്നവരെയും നോക്കി തളർന്നിരുന്ന ആകാശിന്റെ മുത്തശ്ശിയായ അമ്മിണിയമ്മയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കാനോ അവരോടൊരു വാക്ക് സംസാരിക്കാനോ ആകാശ് തയ്യാറായില്ല. അവന്റെ നിശബ്ദത ഒരു വലിയ മതിലായിരുന്നു. അത് ഭേദിക്കാൻ അവരുടെ ഒരു ശ്രമത്തിനും കഴിഞ്ഞില്ല. അമ്മിണിയമ്മയാകട്ടെ ടീച്ചറുടെ ഈ അപ്രതീക്ഷിത സഹായത്തെ ആദ്യം സംശയത്തോടെയാണ് കണ്ടത്. 16 കഴിഞ്ഞ് ഒരു രാത്രി എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. അടുക്കളയിൽ പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ അമ്മിണിയമ്മ ആരോടൊന്നില്ലാതെ പറയുന്നത് ടീച്ചർ കേട്ടു. ഇനി ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഈ കുഞ്ഞിന്റെ ഭാവി എന്താകും? എനിക്കാണെങ്കിൽ വയ്യാതായി വരുന്നു. ആ ചോദ്യം സുമ ടീച്ചറുടെ ഹൃദയത്തിലാണ് ചെന്ന് തറച്ചത്. ആ നിമിഷം അവരൊരു തീരുമാനമെടുത്തു. അവർ അമ്മിണിയമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നു. മുത്തശ്ശി വിഷമിക്കരുത്, നിങ്ങളും ആകാശം എന്റെ കൂടെ വരണം, എന്റെ വീട്ടിലേക്ക്. ఎవరు ఏమి చెప్పినా నాకు సమస్య లేదు. నేను ఒక ప్రాయశ్చిత్తం చేయాలి. కార్తీక్ జీవితాన్ని సురక్షితం చేయాలి. అది నా కర్తవ్యం. దయచేసి అడ్డు చెప్పకండి. టీచర్ కళ్ళలోని
ఆత్మవిశ్వాసమందులో నిండిన కన్నీళ్లు చూసినప్పుడు ఆ నాయనమ్మకు అంగీకరించక తప్పలేదు. సుజాత టీచర్ యొక్క పెద్ద శుభ్రమైన శాంతి నిలయమనే ఇంటికి మారడం కార్తీక్ అమ్మమ్మకు ఒకేలా ఇబ్బంది కలిగించింది. టీచర్ ప్రేమతో వారిని కప్పడానికి ప్రయత్నించారు. మంచి ఆహారం, కొత్త బట్టలు, చదువుకోవడానికి అన్ని సౌకర్యాలు ఏర్పాటు చేశారు. అయితే కార్తీక్ అది భారంగా అనిపించింది. అతని మనసులో టీచర్ ఇప్పటికీ అమ్మ మరణానికి కారణమైన వారిలో ఒకరు. స్కూల్లో, ఊరిలో అది ఒక కొత్త చర్చనీయాంశమైంది. ఆ కఠినమైన టీచర్కు ఏమైంది? పిల్లాడిని మభ్యపెట్టి ఆ ఇల్లు స్థలం లాక్కునే ప్లాన్ అనేక రకాల కథలు అడవి మంటలా వ్యాపించాయి. ఇవన్నీ కార్తీక్ చెవికి కూడా చేరాయి. అతను మరింతగా లోపలకు వెనక్కు తగ్గాడు. చదువుపై దృష్టి పెట్టడం అతనికి సాధ్యం కాలేదు. ఈ మధ్యలో కార్తీక్ తండ్రి యొక్క దూరపు బంధువైన రాఘవ రంగప్రవేశం చేస్తాడు. అంతవరకు తిరిగి చూడని అతనికి ఒక్కసారిగా కార్తీక్ పట్ల ప్రేమ పుట్టింది. పిల్లవాడి సంరక్షణను తాను తీసుకుంటానని చెప్పి అతను సమస్యలు సృష్టించాడు. అమ్మ పేరున ఉన్న ఆ చిన్న ఇల్లు 5 గుంటల స్థలమే అతని అసలు లక్ష్యం. అతను ఊరి జనం ముందు టీచర్ను చాలాసార్లు అవమానించాడు. ఇలా తిరుగుతూ ఉండే మీకెందుకు ఈ పిల్లవాడు? వాడిని సరిగ్గా చూసుకోవడానికి వాడి సొంత వాళ్లు ఉన్నారు. దాంతో సుజాత టీచర్లోని పోరాట యోధురాలు మేల్కొంది. ఆమె రాఘవను చట్టపరంగా ఎదుర్కొన్నారు. లాయర్ను కలిశారు. పిల్లవాడి సంరక్షణకు చట్టపరమైన హక్కును స్థాపించుకున్నారు. ఊరి జనం అపవాదులను ధైర్యంగా విస్మరించారు. తన కోసం ఒక సింహంగిలా పోరాడుతున్న టీచర్ను కార్తీక్ ఆశ్చర్యంగా చూశాడు. మొదటిసారి అతని మనసులోని మంచు కరగడం మొదలైంది. ఈ టీచర్ తన శత్రువు కాదు, రక్షకురాలు అని అతను నెమ్మదిగా తెలుసుకున్నాడు. పెద్ద వర్షం కురిసిన ఒక రాత్రి ఉరుములు మెరుపులతో పాటు కరెంటు కూడా పోయింది. గది అంతా కొవ్వొత్తి పసుపు వెలుగు వ్యాపించింది. కార్తీక్ కిటికీ గ్రిల్స్ ను పట్టుకుని బయటికి చూస్తూ నిలబడ్డాడు. సుజాత టీచర్ నెమ్మదిగా అతని పక్కకు వచ్చి కూర్చున్నారు. ఏం ఆలోచిస్తున్నావు నాయనా? ఆ ప్రశ్న ఒక ఆరంభం. అప్పటి వరకు లోపల అణచిపెట్టిన బాధలన్నీ ఒక ఆనకట్ట తెగినట్లుగా బయటకు ప్రవహించాయి. అతను టీచర్ ఒడిపై తలపెట్టి ఒక పిల్లాడిలా బోరన ఏడ్చాడు. అమ్మ గురించి, తన ఒంటరితనం గురించి, భయాల గురించి అన్నీ చెప్పాడు. ఆ రోజు టీచర్ నన్ను కొట్టినప్పుడు నాకు అమ్మపై చాలా కోపం వచ్చింది. నేను అమ్మతో చాలా గొడవ పడ్డాను. నా వల్లే అమ్మకు. అతని మాటలు ఏడుపుల్లో మునిగిపోయాయి. సుజాత టీచర్ అతని గుండెకు హత్తుకున్నారు. కాదు నాయనా, కాదు, నా తప్పే. నేను నిన్ను అర్థం చేసుకోలేదు. ఒక మంచి టీచర్కు అది చేతనవ్వాలి. నన్ను క్షమించు నాయనా. ఆమె కన్నీళ్లు అతని జుట్టును తడిపాయి. ఆ క్షణంలో కొవ్వొత్తి వెలుగు సాక్షిగా వారు నిజంగా తల్లి కొడుకుగా మారిపోయారు. అపార్థాల చీకటి పూర్తిగా తొలగిపోయింది. దాని తరువాత శాంతి నిలయమనే ఇల్లు నిజంగా శాంతికి, ప్రేమకు కేంద్రంగా మారింది. లక్ష్మీ అమ్మమ్మ టీచర్ను అమ్మీ అని పిలవడం మొదలుపెట్టారు. కార్తీక్ చదువులో వెనుకబాటుతనం పోయింది. అతను క్లాస్లో అత్యంత తెలివైన విద్యార్థిగా మారాడు. అతని నవ్వు ఆటలు ఆ ఇంటికి కొత్త ఐశ్వర్యాన్ని ఇచ్చాయి. సుజాత టీచర్ నవ్వడం నేర్చుకున్నారు. ప్రేమను చూపించడం నేర్చుకున్నారు. ఒకరోజు రాత్రి చదువుతున్న కార్తీక్ టీతో వెళ్లిన సుజాతను చూసి అతను నెమ్మదిగా అడిగాడు, నేను టీచర్ను అమ్మా అని పిలవచ్చా? ఆ ప్రశ్న విని సుజాత టీచర్ కళ్ళు నిండిపోయాయి. ఆమె జీవితంలో అత్యంత సంతోషకరమైన రోజు అది. 1 సంవత్సరం తరువాత స్కూల్ వార్షికోత్సవం యొక్క రంగుల వేదిక. ఈ సంవత్సరం ఉత్తమ విద్యార్థి పురస్కారం 10వ తరగతి విద్యార్థి కార్తీక్. హెడ్ మాస్టర్ ప్రకటన విని సభలో చప్పట్లు మోగాయి. కార్తీక్ నిండు చిరునవ్వుతో స్టేజ్ పైకి నడిచాడు. బహుమతి తీసుకుని సభ వైపు చూసినప్పుడు ముందు వరుసలో కూర్చుని గర్వంతో కళ్ళు తుడుచుకుంటున్న తన ఆస్టరిస్క్ ను అతను చూశాడు. ఆమె పక్కన ప్రేమతో నవ్వుతున్న నాయనమ్మను కూడా. అతని పెదాలపై ఒక చిరునవ్వు వికసించింది. అపార్థాల బెత్తం దెబ్బలు కాలం ప్రవాహంలో పూర్తిగా మాయమైపోయాయి. అక్కడిప్పుడు వాత్సల్యం యొక్క నీడ మాత్రమే, కన్నీళ్ల ఉప్పు, రుచిపోయి దాని వేడి మాత్రమే మిగిలిన ఒక కొత్త జీవితం వారికి ఎదురుగా నవ్వింది.